ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപീഠം കണ്ടെത്തിയെങ്കിലും ദുരൂഹത തുടരുന്നു. സ്വർണ്ണപീഠം കാണാതായതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയമെന്ന് ദേവസ്വം മന്ത്രി. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാൻ വേണ്ടിയുള്ള ആസൂത്രണം സംശയിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പീഠമെന്നറിയാതെയാണ് വാങ്ങിവെച്ചതെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി. ഓപ്പറേഷൻ നുംഖോറിൽ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും. തീരുമാനം വാഹനങ്ങൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടത്തിയെന്ന നിഗമനത്തിൽ. കോയമ്പത്തൂർ, ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണം. ന്യൂസ് 18 ചർച്ചയിൽ ബി.ജെ.പി. വക്താവ് പ്രിന്റു മഹാദേവ് നടത്തിയ വിവാദ പരാമർശം രാജ്യവ്യാപക ചർച്ചയാക്കി കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലുമെന്ന പരാമർശത്തിനെതിരെ അമിത് ഷായ്ക്ക് കത്ത്. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ്. കരൂർ ദുരന്തത്തിൽ വിജയ്ക്കും സർക്കാരിനും ഇന്ന് നിർണായക ദിനം. ടി.വി.കെയുടെ ഹർജി മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കും. സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് തമിഴക വെട്രിക്കഴകം. എ.ഐ.സി.സി പ്രസിഡന്റും പാക് ആഭ്യന്തരമന്ത്രിയുമായ നഖ്വിയിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങാതെ ഇന്ത്യ. ട്രോഫിയുമായി പാക് മന്ത്രിയായ എ.സി.സി ചെയർമാൻ കടന്നുകളഞ്ഞെന്ന് ബി.സി.സി.ഐ. യഥാർത്ഥ ട്രോഫി അംഗങ്ങളും സ്റ്റാഫുമെന്ന് ഇന്ത്യൻ നായകൻ. അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. കളിക്കളത്തിലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നരേന്ദ്രമോദി. യുഎസിലെ മിഷിഗണിൽ വെടിവെപ്പ്, 4 പേർ കൊല്ലപ്പെട്ടു. മരണസംഖ്യ ഉയരാൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. സുരക്ഷാ ജീവനക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ അക്രമി കൊല്ലപ്പെട്ടു. ഇന്ന് ലോക ഹൃദയ ദിനം. ഒരു ഹൃദയമിടിപ്പും നഷ്ടമാക്കരുതെന്ന ഹൃദയദിന സന്ദേശം. ഹൃദയാരോഗ്യം തുടർച്ചയായി നിരീക്ഷിച്ച് ജാഗ്രത പാലിക്കണമെന്ന് ഈ ദിവസത്തിന്റെ സന്ദേശം. പാർട്ടി വിലക്ക് ലംഘിച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് തിരുവനന്തപുരത്തെ CPI പ്രവർത്തകർ. മീനാങ്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചത് സംസ്ഥാന കൌൺസിലിൽ നിന്ന് ഒഴിവാക്കിയ മീനാങ്കൽ കുമാറിന്റെ നേതൃത്വത്തിൽ. എതിർപ്പ് ലംഘിച്ച് ജില്ലാ നേതാക്കൾ അടക്കം പരിപാടിക്കെത്തി.